ഉണ്ട്. തെരഞ്ഞെടുപ്പ് ഘട്ടങ്ങളിലെ താങ്കളുടെ നിലപാടിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാകുന്നത് താങ്കളെ പറ്റി എവിടെ നിന്നാൽ കൂടുതൽ കിട്ടും അവർക്കൊപ്പം പോകും, അതാണോ നിലപാട്? അത് തികച്ചും തെറ്റാണ്. ഞങ്ങൾ എവിടെയാണോ ഉള്ളത് അവർക്ക് കൂടുതൽ കിട്ടും എന്നതാണ് ശരി. കഴിഞ്ഞ ഇലക്ഷനിൽ മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥികൾ ആരും വിജയിച്ചിട്ടുണ്ടായിരുന്നില്ല. അന്ന് ഞങ്ങൾ വളരെ ശക്തമായ എതിർപ്പായിരുന്നു. അതുകൊണ്ട് ഒറ്റ മുസ്ലിം ലീഗുകാരനും ജയിക്കാതെ അവർ തോറ്റുപോയി. അവരുടെ ഏറ്റവും വലിയ നേതാവടക്കം തോറ്റുപോയി എന്നതും സത്യമാണ്. ഈ പ്രാവശ്യം അങ്ങനെയല്ല. അവർ ജയിച്ചു വന്നിട്ടുള്ളത് ഞങ്ങളുടെ പിന്തുണ ഉള്ളത് കൊണ്ട് തന്നെയാണ്. ഇവിടെ ഒരു ഭാഗത്ത് പോലും 24 സീറ്റിൽ മത്സരിച്ചു, 20 ലീഗ് വിജയിച്ചു. എത്രയിടത്ത് കാന്തപുരത്തിന്റെ ശക്തിയാൽ ലീഗ് ജയിച്ചു? ഞങ്ങളുടെ ശക്തിയാൽ തന്നെയാണ് ലീഗ് ജയിച്ച എല്ലാ മണ്ഡലങ്ങളും. ഞങ്ങളെ ശക്തി ഇല്ലായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ 1-2 സീറ്റ് അവർക്ക് കിട്ടുമായിരുന്നു. അല്ല, പരസ്യമായി ഞങ്ങൾ അതിനെ എതിർത്തിരുന്നുവെങ്കിൽ 2 അല്ലെങ്കിൽ 3 സീറ്റിൽ കവിഞ്ഞ് അവർക്ക് കിട്ടുമെന്ന് ഒരു പ്രതീക്ഷയുമില്ല. ആകെ 2 സീറ്റിൽ ജയിക്കും, 2-3 സീറ്റിൽ ജയിക്കും എന്ന് പറയുമ്പോൾ UDF അധികാരത്തിൽ പോലും വരില്ലായിരുന്നു. ഉറപ്പ്. ഞാൻ ഈ പറയുന്നത് ലീഗുകാരും കേൾക്കുമല്ലോ. കേൾക്കാൻ വേണ്ടിയല്ലേ നിങ്ങൾ എന്നോട് ചോദിക്കുന്നത്. അവരെ മുന്നിൽ ഇരുത്തിക്കൊണ്ടും ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കാം. കേരളത്തിലെ ഭരണമാറ്റത്തെ ഇത്തവണ നിശ്ചയിച്ചത് കാന്തപുരമാണ്. ഞങ്ങളുടെ പ്രവൃത്തി കൊണ്ട് തന്നെയാണ് ഇവിടെ ഭരണം മാറ്റം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. യാതൊരു സംശയവും അതിലില്ല. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരികയാണ്. ഒരു പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ ബലപരീക്ഷണം നേരിടേണ്ടി വരുന്ന ഘട്ടമാണിത്. ലീഗ് അവിടെ ഒരു പ്രധാനിയല്ല. ഏറിയാൽ 1 അല്ലെങ്കിൽ 2 സീറ്റുകളിലാണ് ലീഗ് മത്സരിക്കുക. പ്രധാനമായും ഉമ്മൻചാണ്ടി പ്രതീക്ഷ അർപ്പിച്ചിരിക്കുന്നത് കാന്തപുരത്തിലാണ്. പിണറായിക്ക് പറയേണ്ടി വന്നതുപോലെ ഉമ്മൻചാണ്ടിക്കും പറയേണ്ടി വരുമോ? അദ്ദേഹം അതിനനുസരിച്ച് പ്രവർത്തിച്ചാൽ തീർച്ചയായും ഞങ്ങൾ അങ്ങനെയാണ്. പണ്ട് തന്നെ ഞങ്ങൾ LDF-നോട് വ്യക്തമായി പറഞ്ഞിട്ടുള്ളതാണ്, പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ നിങ്ങളുടെ കൂടെ ഞങ്ങൾ നിൽക്കാതിരിക്കാൻ കാരണം നിങ്ങൾ മന്ത്രിസഭയിൽ ചേരുന്നില്ല, മന്ത്രിസഭയെ പിന്തുണക്കുന്നുമില്ല, പിന്തുണച്ചത് പിൻവലിക്കുകയും ചെയ്തു. ഇനി നിങ്ങൾ അവിടെ പോയി ഇരുന്നത് കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. 19 MP-മാർ അവിടെ പോയി ഇരുന്നിട്ട് അവരുടെ ശബ്ദം ഞങ്ങൾ ഇന്ന് വരെ 5 കൊല്ലത്തിനിടയിൽ കേട്ടിട്ടില്ല. അങ്ങനെ വരുമ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തെ പിന്തുണച്ചിട്ടില്ല കാന്തപുരം വിഭാഗം? ഇല്ല, കഴിഞ്ഞ ഇലക്ഷനിൽ ഒരു അണുമണി പോലും ഞങ്ങൾ പിന്തുണച്ചിട്ടില്ല. എന്നിട്ട് പോലും ഞാൻ ആഗ്രഹിക്കുകയാണ്, കഴിഞ്ഞ ഈ 5 കൊല്ലം അച്യുതാനന്ദൻ സർക്കാർ മുസ്ലിങ്ങൾക്ക് മാത്രമല്ല എല്ലാ പിന്നാക്ക വിഭാഗത്തിനൊക്കെ എല്ലാ ക്ഷേമ പ്രവർത്തനത്തിനും നൽകി. നേരത്തെ അവിടെ പറഞ്ഞു, പൂജാരിമാർക്ക് പെൻഷൻ അനുവദിച്ചു, മത്സ്യത്തൊഴിലാളികൾക്ക് ക്ഷേമനിധി പെൻഷൻ ഏർപ്പെടുത്തി, പ്രവാസികൾക്ക് ക്ഷേമനിധി പെൻഷൻ ഏർപ്പെടുത്തി, മുസ്ലിയാക്കന്മാർക്ക് ക്ഷേമനിധി പെൻഷൻ ഏർപ്പെടുത്തി. ഇങ്ങനെ ഒന്ന് വായിക്കുകയാണെങ്കിൽ മലപ്പുറം ജില്ലയിൽ ഈ കേരളത്തിൽ ആദ്യമായിട്ട് അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിക്ക് ഒരു ഓഫ് ക്യാമ്പസ് ഉണ്ടാക്കി. പക്ഷെ ഞാൻ ഒരു കാര്യം ചോദിച്ചു നിർത്താൻ പോകാട്ടോ, എനിക്ക് 8 മണിക്കൊരു വായന പോകാൻ. എനിക്ക് കൂടുതൽ രാഷ്ട്രീയ പ്രസംഗമൊന്നും പരിചയമില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ ചോദിച്ചു നിർത്താൻ പോകാം. കഴിഞ്ഞ 5 കൊല്ലം UDF സർക്കാർ ഇവിടെ ഭരിച്ചിട്ട് മുസ്ലിങ്ങൾക്ക് എന്ത് കിട്ടി? ഉത്തരം, റജീനയും ഒരു കുഞ്ഞും. അടുത്ത വാക്കോടുകൂടെ ഞാൻ നിർത്തുന്നു. ഈ സർക്കാരിന്റെ തുടർച്ച അടുത്ത 5 വർഷം കൂടി തുടരാൻ നിങ്ങൾ ഇടതുപക്ഷത്തിനെ വമ്പിച്ച ഭൂരിപക്ഷത്തിൽ അധികാരത്തിലേറ്റണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും. നന്ദി, നമസ്കാരം.